ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ പച്ചവാഴയ്ക്ക കൊണ്ടുള്ള ഒരു മോരുകറിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇത്രയും വാഴയ്ക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് എടുക്കാം. എല്ലാ കായുടെയും തൊലി കളഞ്ഞ് അത് ഞാൻ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കും. ഒരമണിക്കൂർ നേരം ഇതുപോലെ ഇട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ കറയൊക്കെ നന്നായിട്ട് ഇളകി കിട്ടും. കറയൊക്കെ പോകാനാണ്. ചിലർ വെറും ഉപ്പ് വെള്ളത്തിൽ മാത്രമാണ് അരിഞ്ഞിടാറ്. ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും ചേർക്കും. ഇനി അതെല്ലാം 2-3 പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് പൊടികൾ ചേർക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. ഇനി 2-3 പച്ചമുളകും കൂടെ കീറിയിടണം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. പിന്നീട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാവുന്നതാണ്. ഇനി അത് അടുപ്പത്തേക്ക് വയ്ക്കാം. മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വെന്തോന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും വെന്തിട്ടില്ല, ഒരു പകുതി വേവായിട്ടേ ഉള്ളൂ. വീണ്ടും ഒരു 10 മിനിറ്റും കൂടെ വെക്കേണ്ടി വരും. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന അരപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലേക്ക് ഞാൻ 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ചധികം കായുള്ളത് കൊണ്ട് 1.5 കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട്. 3-4 ചുവന്നുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, 5 പച്ചമുളക്, കുറച്ച് തൈര്, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഈ തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കണം. ഇതെല്ലാം മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ വീണ്ടും ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ കായൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ആ പാത്രം കഴുകിയിട്ട് ആ തേങ്ങ ബാക്കിയുള്ളതും കൂടെ കഴുകി അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യാനുസരണം അതിൻ്റെ ചാറ് നമുക്ക് പാകത്തിന് എടുക്കാം. ഞാനിവിടെ ഒരു കുറുകിയ പോലെയാണ് ഈ മോരുകറി എടുക്കുന്നത്. ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം നന്നായി മിക്സ് ചെയ്ത് 1 മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ട് ചൂടാകാൻ വയ്ക്കുക. അരപ്പൊക്കെ കായയിലേക്ക് പിടിക്കാനാണ്. അതിന് ശേഷം ആ തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്തതിന് ശേഷം അധികം തിളയ്ക്കണ്ട. ചെറുതായിട്ട് നന്നായി ചൂടായി തിള വരുന്നതിന് മുമ്പ് തന്നെ നമുക്കത് ഓഫാക്കാം. ഇപ്പം എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഏകദേശം ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ ഒരു പരുവത്തിൽ നമുക്ക് തീ ഓഫാക്കി ഇതിലേക്ക് വറ്റൽമുളകും കടുകും ഒക്കെ ഒന്ന് കാച്ചി ഒഴിക്കണം. അടുപ്പത്ത് ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുന്നതോടുകൂടി 1/2 ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക. അതെല്ലാം പൊട്ടിത്തീരുമ്പോൾ 2-3 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്ക് തീ ഓഫാക്കാം. ആ ചൂടിൽ തന്നെ വറ്റൽമുളക് മൂത്ത് കിട്ടിക്കോളും. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചേർത്ത് ആക്കി കൊടുക്കാം. നമ്മുടെ നാടൻ പച്ചക്കായ കൊണ്ടുള്ള മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. താങ്ക് യു.